രാമുണ്ണി ഇത്ര കുസൃതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇത് കൊള്ളില്ല കേട്ടോ. പ്രായം തികഞ്ഞ പെണ്ണുമായി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. അതിന്റെ ദോഷം നിനക്കാ. മനസ്സിലായോ? ഇപ്രാവശ്യം ഞാനിത് മറച്ചു വയ്ക്കാം. ഇനി ഇത് ആവർത്തിക്കരുത്. എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എന്നെ ആരും പിടിക്കണ്ട. വിടാനല്ലേ പറഞ്ഞത്? കണ്ട, ഞാൻ നടന്നു തന്നെ എന്റെ വീട്ടിൽ വിടാൻ. എന്നെ വിടാൻ ഞാൻ വീണു. പതുക്കെ പതുക്കെ അല്ലേ വീണു. ഇവിടെ വീഴും. രാമണി, നീ എന്താണ് അവിടെ കയറിയിരിക്കുന്നത്? ഒന്നുമില്ല. നീ എന്താ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ വെയിലത്തിരിക്കുന്നത്? പോയി കിടന്നോ. വേണ്ട, ഇത് പാപമാണ്. അല്ല രാമണി, പാപമോക്ഷമാണ്. 12 വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അമ്മ ഇന്നും വഴിപാട് നേരുന്നു. എന്തിനാണെന്നോ? എനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ. രാമുണ്ണിക്ക് എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, അദ്ദേഹം ഇപ്പൊ വരില്ല. വാതിൽ തുറക്കാൻ. തുറക്കാൻ. ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. പതുക്കെ. ഈ വീട്ടിലെ ചുവരുകൾക്ക് പോലും ചെവിയുണ്ട്. ഞാൻ അവരെ കൊന്നിട്ടില്ല. അതെനിക്കറിയില്ല. പക്ഷെ പോലീസ് അന്വേഷിക്കുന്നത് നിന്നെയാണ്. ശ്രീദേവി കുഞ്ഞ് വെട്ടിക്കൊന്ന നാട് വിട്ട രാമുണ്ണിയെ വായിച്ചില്ലേ? കളവാണ്. അതിനെഴുതിയിരിക്കുന്ന കളവാണ്. സത്യമായാലും രാമുണ്ണി ഭയപ്പെടണ്ട. ഈ വീട്ടിൽ നീ എന്നും സുരക്ഷിതനായിരിക്കും. ഈ ഉടുപ്പുകൾ മാറാമോ? പുറത്തു പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണ് ആലോചിക്കുന്നത്? ഒരു കൊലയല്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ സാരമില്ല, ഇനി സൂക്ഷിച്ചാൽ മതി. ഒന്നിലധികം കൊല ചെയ്തവർ എന്നോടൊന്നിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നീ ഇവിടെ നിന്നോളൂ. എന്ത് തീരുമാനിച്ചു? നിൽക്കാം. എങ്കിൽ നാളെ തൊട്ട് ഡ്രൈവിംഗ് പഠിച്ചോളൂ. വീരയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഡ്രൈവിംഗ് പഠിക്കണ്ടേ? എന്നാ വാ.
ഇപ്പൊ എന്ത് പറയുന്നു? പഠിക്കാമോ? പഠിക്കാം. പിടി. ലെഫ്റ്റ് ഓടി. പുതിയ ശിഷ്യൻ എങ്ങനെയുണ്ട്? കാർ ഓടിക്കാനൊക്കെ പഠിച്ചോ? ഞാൻ ഉദ്ദേശിച്ചാലും കൂടുതൽ വേഗം പഠിച്ചു. ഓ, അപ്പോ ഒരാൾ പിടിക്കനാണല്ലേ? വിരയൻ, നീ ഒരു വിഡ്ഢിയാകരുത്. ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞ ജോലിയെല്ലാം ഞാൻ ചെയ്തത്. കൂട്ടത്തിൽ അവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതോട് പറയൂ. അതിന്റെ ഫലം എന്താണെന്ന് നിനക്കറിയാമോ? നാളെ അവൾ നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും. നിനക്ക് ഇതിന്റെ ജോലി നഷ്ടപ്പെടും. ജോലി മുമ്പ് പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. എസ്റ്റേറ്റിൽ സൂപ്പർ ഉണ്ടാക്കാം, കമ്പനിയിൽ ഷെയർ തരാം, അതുപോലെ എന്തെല്ലാം. എന്നിട്ടിപ്പോ എനിക്കൊരു ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടല്ലേ? വീരയൻ, ഞാനൊന്നും മറന്നിട്ടില്ല. എന്നാൽ ജോലി തീരുന്നതിന് മുമ്പ് കൂലി ചോദിക്കരുത്. ആ ശാന്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് തീർക്കാനുള്ള കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ജയന്തിയാണ് എല്ലാം തെറ്റിച്ചത്. അവളുടെ പ്ലാനുകൾ എന്താണെന്ന് ആർക്കറിയാം? അത് ശ്രദ്ധിക്കാൻ നീ എവിടെ വേണം. ഇല്ലെങ്കിൽ നാം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. വീരയ്യന് മനസ്സിലായോ? എന്തായാലും നീ ആ ജോലി നഷ്ടപ്പെടുത്തരുത്. പൊയ്ക്കോളൂ. ഹലോ, മലയാളത്തിൽ സംസാരിക്കണോ? എന്തോ രാജോഹൻ സാറാണോ? സാറേ, ഞാൻ ആരും അറിയാതെ എന്തോ ഇവിടെ ഇല്ല, എസ്റ്റേറ്റ് പോയിരിക്കോ? തിരിച്ചു പോകുമ്പോ നീ ഓടിച്ചാ മതിയെന്ന് ജയന്തിയമ്മ പറഞ്ഞു.